A brief presentation by Mr. Jason Nedumbala, Panchayat Secretary, Tamarasheri Panchayat. With a thunderous clap, let us invite Mr. Jason Nedumbala to present the PPT. Hi everyone. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു യുണീക്ക് പ്രൊജക്റ്റിനെ പറ്റിയാണ്. അത് കമ്മ്യൂണിറ്റി ഡിജിറ്റൽ ലേണിംഗ് സ്പേസ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ജെയ്സൺ നെടുമ്പാല. ഞാൻ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്ത് രൂപീകരിച്ച ഒരു പ്രൊജക്റ്റാണ് ഇത്. ഒരു സ്പേസാണ്. അവിടെ സ്കില്ല് ഷെയർ ചെയ്യാനും അതുപോലെ സ്കില്ല് പഠിക്കാനും സ്കിൽ ഉപയോഗിച്ച് ആളുകൾക്ക് ജോലി നേടാനും സാധിക്കുന്ന ഒരു സ്പേസാണ്. നമുക്ക് ഒരുപാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതുപോലെ അവിടെ നിന്നൊക്കെ നിരവധി സ്റ്റുഡൻസ് പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ അവർക്ക് പ്ലേസ്ഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഇത് സ്കില്ലുകൾ നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിച്ചു വരുന്ന സ്കില്ലുകൾ പ്രായോഗിക തലത്തിൽ ചെയ്യുന്നതിൽ വരുന്ന പോരായ്മകൾ കൊണ്ടാണ് സാധിക്കാത്തത്. ചിലർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടുന്നുള്ള സ്കില്ലുകൾ ആർജിച്ചെടുക്കും, ചിലർക്ക് അത് സാധിക്കുന്നില്ല. അപ്പോൾ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. സർക്കാരിന് ഒരു നയം നിലവിലുണ്ട്. അതായത് 1000 ജനസംഖ്യയ്ക്ക് 5 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത്, അതുപോലെ അണ്ടർഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത്, പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ അതുമായിട്ടുള്ള ഇക്വാലൻ്റ് ആയിട്ടുള്ള യോഗ്യത, പിന്നെ റിമോട്ട് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സന്നദ്ധത, അത് പഠിക്കാനുള്ള സന്നദ്ധത, ഇതിലുള്ള ആളുകൾക്കാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം, നിരവധി ഗിഗ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. ഇപ്പോൾ ഫിവർ, അപ്വർക്ക്, ഫ്രീലാൻസർ, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ നിരവധി ഗിഗ് വർക്കുകൾ, ഷോർട്ട് കോൺട്രാക്റ്റിൽ ജോലികൾ നേടുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതിൽ പലതുമുണ്ട്. ഡിസൈനിങ്, കണ്ടൻറ് റൈറ്റിംഗ്, റിമോട്ട് സപ്പോർട്ട് ജോബുകൾ, അക്കൗണ്ടിങ്, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഓപ്പറേഷൻസ്, വെബ് ഡെവലപ്മെൻറ്റ്, വെബ് ഡിസൈനിങ്, പിന്നെ ബാസ്ക്കറ്റ് ഓഫ് 21st സെഞ്ച്വറി സ്കിൽസ്, അങ്ങനെ പലതുമുണ്ട്. ഇത്തരം ജോലികൾ യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സ്ഥാപനത്തിൽ നിന്നോ പഠിപ്പിച്ചെടുക്കുന്നതിന് പല പരിമിതികളുമുണ്ട്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഐഡിയാസ് ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ അത് പഠിച്ചെടുക്കാനും അതുപയോഗിച്ച് ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇത് പഠനവുമായി ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട സെഷനുകൾ ഉണ്ടാവും. അതുപോലെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്, മീറ്റിങ്ങുകൾ ഒക്കെ നടത്തും ഇതിൻ്റെ ഭാഗമായിട്ട്. നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ മെൻറ്റേഴ്സും ഉണ്ടാവും. പിന്നെ പല പ്ലാറ്റ്ഫോമുകൾ, അതായത് ഫിഗ്മ, വൈബ് കോഡിങ്, AI ടൂൾസ്, ഇതൊക്കെ പരിചയപ്പെടുത്തും. ഈ സ്പേസിൽ നമ്മൾ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഗിഗ് വർക്കേഴ്സിന് 30% സ്പേസും അതുപോലെ ലേണേഴ്സിന്, അതായത് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് 70% സ്പേസും അലോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ലീപ് സെൻ്ററായിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ അനുകൂലമായിട്ടുള്ള നയമാണ് ഇതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ CDLS പോർട്ടലുണ്ടാവും. ആ പോർട്ടലിൽ മെമ്പർഷിപ്പും അതിന് വേണ്ടുന്ന പേയ്മെൻറ്റ് അടയ്ക്കാനും അതുപോലെ ഇവൻറ്റ് രജിസ്ട്രേഷനും
ഈവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനും അതുപോലെ ടെക് കമ്മ്യൂണിറ്റികളുമായിട്ട് സഹകരിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ അതിനകത്തുണ്ടാവും. ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ 1200 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഹാള്, അതിൽ 36 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, വൈഫൈ ലാൻ കണക്ടിവിറ്റി ഉണ്ട്, നെറ്റ്വർക്ക് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ പവർ സപ്ലൈ UPS ഒക്കെ ഉണ്ട്, ആക്സസ് കൺട്രോൾ, സെക്യൂരിറ്റി സിസ്റ്റം, മീറ്റിംഗ് റൂം, ആൻഡ്രോയിഡ് സ്മാർട്ട് TVs, പ്രൊജക്ടറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടാവും, അതുപോലെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാവും. മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഒരു വനിതാ മെമ്പർ, പിന്നെ CDLSൻ്റെ മാനേജർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആ മാനേജർ, പിന്നെ ഡിജിറ്റൽ സ്കിൽ എഡ്യൂക്കേറ്റർ, ഇൻഡസ്ട്രി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, പിന്നെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ പോളിസി എക്സ്പെർട്ട് ഉണ്ടാവും, അതുപോലെ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടും ഉണ്ടാവും LSGD എന്നുള്ള. പ്രോഗ്രാം കമ്മിറ്റിയിൽ ഡിജിറ്റൽ സ്കിൽ എഡ്യൂക്കേറ്ററും അതുപോലെ CDLS മാനേജറും സെക്രട്ടറിയുടെ റെപ്രസെൻറ്റേറ്റീവുമാണ് ഉണ്ടാവുക. ഇത് അതിൻ്റെ ഇപ്പോൾ ഇതുവരെ ചെയ്തതിൻ്റെ ഫോട്ടോസാണ്. ഒരു ഹാള്, ചെറിയ മീറ്റിംഗ് നടത്താനുള്ള സ്പേസ്, ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു. Thank you so much, Mr. Jason Nedumbala.